ഈ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമില്ലെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുവാൻ എറണാകുളത്തെ വിമത ലോഹത്തൊഴിലാളികളെ വിശ്വാസികൾ വെല്ലുവിളിക്കുകയാണ്. ഇവിടെയാണ് കൃത്യമായിട്ട് വത്തിക്കാൻ കൊടുത്ത 8ന്റെ പണി, വത്തിക്കാന്റെ ട്രാപ്പ് അടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ 3 കത്തുകൾ പുറത്തുവിടുവാൻ സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെടുക. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. വത്തിക്കാൻ തയ്യാറാക്കിയ ട്രാപ്പിൽ സ്വയം ചെന്ന് ചാടിയ എറണാകുളത്തെ പ്രസ്ബിറ്റേറിയൻ വിമത ലോഹ തൊഴിലാളികൾ. അപ്പോൾ ഒരു ചോദ്യമുയരാം, വത്തിക്കാൻ ട്രാപ്പ് തയ്യാറാക്കുമോ? അല്ലെങ്കിൽ വത്തിക്കാനും മാർപ്പാപ്പയും ഒക്കെ ആരെയെങ്കിലും ട്രാപ്പിൽ പെടുത്തുമോ? നേരെ ഉത്തരം പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് സത്യമെങ്കിലും ഇത് ഒരു ട്രാപ്പല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാതിരിക്കുവാനും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നത്. 2024 ഏപ്രിൽ 25 മുമ്പ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? സഭയുമായി തുടർന്ന് മുന്നോട്ട് പോകുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ സഭാവിരുദ്ധരായി സഭയ്ക്ക് പുറത്തേക്ക് പോകുവാനാണോ നിങ്ങൾക്ക് താല്പര്യമെന്ന് സഭയെ എഴുതി അറിയിക്കണം, വത്തിക്കാൻ എഴുതി നൽകണം എന്നുള്ള ആവശ്യം എറണാകുളത്തെ വിമത ലോഹ തൊഴിലാളികളോട് സീറോ മലബാർ സഭാ നേതൃത്വം മനസ്സില്ലാ മനസ്സോടെ ആവശ്യപ്പെട്ടത് അവർക്ക് സ്വയം ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാൽ അവർക്ക് അതിനുള്ള അന്ത്യശാസനം വത്തിക്കാനിൽ നിന്ന് 3 കത്തുകളുടെ രൂപത്തിൽ കിട്ടിയത് കൊണ്ടാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അന്ത്യശാസനം, അന്തിമ ശാസനം എന്നൊക്കെ കേൾക്കുമ്പോൾ സീറോ മലബാർ സഭാ വിശ്വാസികൾക്ക് ഒരു തമാശയാണ്. മലയാളത്തിൽ ഒരു സിനിമയുണ്ട്, മിഥുനം. അതിൽ നെടുമുടി വേണുവിന്റെ കഥാപാത്രത്തോട് ജഗതി ശ്രീകുമാറിന്റെ കഥാപാത്രം പറയുന്ന ഒരു വാചകമുണ്ട്, തേങ്ങ ഉടയ്ക്കു സ്വാമി, തേങ്ങ ഉടയ്ക്കു സ്വാമി എന്ന്. എന്നാൽ അവിടെ സ്വാമി തേങ്ങ ഉടയ്ക്കാതെ വന്നപ്പോൾ ഭക്തൻ തന്നെ തേങ്ങ വാങ്ങി സ്വയം നിലത്ത് എറിഞ്ഞുടയ്ക്കുന്ന ഒരു സീനുണ്ട്. അത് കാണാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. ഇവിടെ അങ്ങനെ തേങ്ങ വാങ്ങി നിലത്തെറിഞ്ഞുടയ്ക്കുന്ന അവസ്ഥയിലേക്ക് സീറോ മലബാർ സഭാ വിശ്വാസികൾ, പ്രത്യേകിച്ച് എറണാകുളം രൂപതയിലെ വിശ്വാസികൾ എത്തിയിരിക്കുക. അവർ നേരെ കോടതികളിൽ പോയി കോടതി വ്യവഹാരങ്ങൾ വഴി സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നേടിയെടുക്കുവാനുള്ള ശ്രമത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് വത്തിക്കാൻ ഇനിയും അടങ്ങിയിരുന്നാൽ ശരിയാവുകയില്ല, സീറോ മലബാർ സഭാ നേതൃത്വത്തെ വിശ്വസിച്ചുകൊണ്ട് ഇനിയും ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അത് ആഗോള കത്തോലിക്ക സഭയിൽ തന്നെ തെറ്റായ പ്രവണതയിലേക്ക് നീങ്ങും എന്ന് ബോധ്യമുള്ള വത്തിക്കാൻ സീറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ വെറും ഒരു രൂപത മാത്രമായ എറണാകുളം രൂപതയിലെ വിമത ലോഹ തൊഴിലാളികൾക്ക് ഒരു അന്തിമ ശാസനം കൂടി നൽകിയിരിക്കുകയാണ്. ഒരു അന്തിമ ശാസനം എന്ന് പറയാൻ കാരണം കഴിഞ്ഞ 2.5 വർഷമായി പല അന്ത്യശാസനങ്ങളും നേരിട്ട് കൈപ്പറ്റിയിട്ടും എറണാകുളത്തെ വിമതർ അതിനൊന്നും വഴങ്ങാതെ മാർപ്പാപ്പയെ എതിർത്തുകൊണ്ട്, വത്തിക്കാനെ എതിർത്തുകൊണ്ട്, സീറോ മലബാർ സഭയുടെ നേതൃത്വത്തെ എതിർത്തുകൊണ്ട് ഞങ്ങൾ അനുസരിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സഭാവിരുദ്ധ പ്രവണതകളും സഭാവിരുദ്ധ ചെയ്തികളും വിശ്വാസികൾ കിടർച്ചയുണ്ടാകുന്ന കാര്യങ്ങളും ചെയ്ത് വിമത പിശാചുക്കളായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ പ്രകോപിപ്പിച്ച് വലിയ തെറ്റിലേക്ക് കൊണ്ട് എത്തിക്കാം. അങ്ങനെ ഒരിക്കലും കരകയറാത്ത പടുകുഴിയിൽ അവരെ അകപ്പെടുത്താമെന്ന് അല്പമെങ്കിലും ബുദ്ധിയുള്ള വത്തിക്കാനിൽ ഇരിക്കുന്നവർക്ക് തോന്നിയെങ്കിൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. മലയാളികൾ ചിന്തിക്കുന്ന ബുദ്ധിയിൽ നിന്ന് ഒരല്പം മുൻപോട്ട് പോയി വിദേശികൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്തും? കാരണം കഴിഞ്ഞ 2.5 വർഷമായിട്ട് എറണാകുളം രൂപതയിൽ നടക്കുന്ന ഇത്തരം തമാശകൾ കണ്ട് മലയാളികൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എറണാകുളത്തെ വിമത പിശാചുകൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് വത്തിക്കാനെങ്കിലും മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കോടതികൾക്കും മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിനോ സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനോ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പം മാത്രമാണ്. അങ്ങനെ വിമതർക്ക് തിരിച്ചു കയറുവാൻ പറ്റാത്ത വിധത്തിൽ അഗാധ ഗർത്തത്തിലേക്ക് അവർ സ്വയം ചെന്ന് ചാടുന്ന തരത്തിൽ പ്രത്യേക ട്രാപ്പ് ഒരുക്കി വത്തിക്കാൻ അവസാനം രംഗത്തെത്തിയിരിക്കുകയാണെന്നുള്ള സത്യം സിനഡിലെ
പല വിമത മെത്രാന്മാർക്കും ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും എറണാകുളത്തെ ഈ വിമത ലോക തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കൂ, ഞങ്ങൾ കൂടെയുണ്ട്, നേരിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എങ്കിലും ഞങ്ങൾ അകത്തു നിന്നും പുറത്തു നിന്നും ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളെ സപ്പോർട്ട് ചെയ്തു കൊള്ളാം എന്ന് ഉറപ്പ് ഈ വിമത ലോക തൊഴിലാളികൾക്ക് നൽകിയത് എന്ന് വേണം അനുമാനിക്കുവാൻ. കാരണം വത്തിക്കാന്റെ ഈ അവസാനത്തെ 8ന്റെ പണി ഇവർക്ക് പോലും മനസ്സിലായോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. കാരണം സിനഡിലെ എല്ലാ പിതാക്കന്മാർക്ക് പോലും ഇപ്പോഴും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അവസാനത്തെ ശ്രമം എന്ന നിലയിൽ അല്ലെങ്കിൽ അന്ത്യശാസനം എന്ന നിലയിൽ ഇപ്പോൾ ഇവരോട് ഈ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം പറയുമ്പോൾ ഈ പല പ്രാവശ്യം വരുന്ന അന്ത്യശാസനം കേട്ടുമെടുത്ത വിശ്വാസികൾ പറയുന്നത് ദൈവത്തെ ഓർത്ത് അന്ത്യശാസനം എന്ന് പറയരുത് എന്നാണ്. ഇത് പറയുവാൻ കാരണം ഡൽഹിയിലെ ഒരു വിശ്വാസി വാട്സപ്പ് മെസ്സേജ് വഴി എന്നോട് വ്യക്തിപരമായി പറഞ്ഞതാണ്, ജോയ് ചേട്ടാ, വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളും ഞാൻ കാണുന്നതാണ്, നല്ല പ്രോഗ്രാമാണ്, മറ്റുള്ളവർക്ക് അറിവ് നൽകുന്നതാണ്. എന്നാൽ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ എറണാകുളത്തെ വിമതർക്ക് അന്ത്യശാസനം കിട്ടി, അവരെ ഇപ്പോൾ സഭ പുറത്താക്കും എന്നൊക്കെ ദൈവത്തെ ഓർത്ത് പറയരുതേ എന്ന് വളരെ ഫലിത രൂപത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഇതാണ് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്ന രീതി. കാരണം അവർ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. എറണാകുളത്തെ വിമതർ നിമിത്തം എറണാകുളത്തെ ലോകത്തൊഴിലാളികൾ പറഞ്ഞു വരുത്തുന്നത് സീറോ മലബാർ സഭ എന്നാണ്. എന്നാൽ ഇവർ സീറോ മലബാർ സഭയാണോ എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കണം. ഇപ്പോൾ അവരുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസമായി അവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വരുത്തുന്നത് സീറോ മലബാർ സഭ പിളർപ്പിലേക്ക് എന്നാണ്. ഇത്ര ശുദ്ധ മഠയന്മാരാണ് ഇവരെന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ മറ്റുള്ള വിശ്വാസികളും ജനങ്ങളും മഠയന്മാരാണ് എന്ന് ചിന്തിക്കുന്ന ഇവരുടെ തലയ്ക്കാണ് സ്ഥിരതയില്ലാത്തത്. കാരണം സീറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ വെറും ഒരു രൂപതയായ എറണാകുളം രൂപതയിലെ കൈവിരലിൽ എണ്ണാവുന്ന ചുരുക്കം ചില വിമത പിശാചുക്കൾ സഭ വിട്ടുപോവുകയോ അല്ലെങ്കിൽ അവരെ സഭയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യുമ്പോൾ അത് സീറോ മലബാർ സഭ പിളരുന്നതല്ല, സാത്താനെ ദൂരെ അട്ടിപ്പായ്ക്കുന്നതാണ് എന്നുള്ള സത്യം ജനങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നാൽ അന്ത്യശാസനം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് ഞങ്ങൾ പല പ്രാവശ്യം കേട്ടതാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന വിശ്വാസികളോട് ഒരു വാക്ക്, ഇപ്രാവശ്യം അങ്ങനെയാകാൻ തരമില്ല. കാരണം മാർപ്പാപ്പ പോലും വത്തിക്കാൻ പോലും ഇവരെ കൊണ്ട് മടുത്തിരിക്കുകയാണ്. അവസാന ശ്രമം എന്ന നിലയിൽ സീറോ മലബാർ സഭയുടെ സ്ഥാനമൊഴിഞ്ഞ മുൻ സഭാ തലവനെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പകരം ഒരു പുതിയ സഭാ തലവനെ തെരഞ്ഞെടുക്കുവാൻ സീറോ മലബാർ സഭയുടെ സിനഡിനോട് വത്തിക്കാൻ ആവശ്യപ്പെട്ടത് ഇവിടെ തന്നെയുള്ള ചില കുരുട്ടുബുദ്ധി പിടിച്ച മെത്രാന്മാരുടെ ദുഷ്പ്രേരണയാണ് എന്നുള്ള സത്യം ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ വത്തിക്കാനെയും മാർപ്പാപ്പയും കബളിപ്പിച്ചത് മാർ ആലഞ്ചേരി പിതാവിനെ സ്ഥാനത്യാഗം ചെയ്യുവാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ പുതിയതായി വരുന്ന ഏത് സഭാ തലവനെയും അനുസരിക്കുവാൻ എറണാകുളത്തെ വിമതർ തയ്യാറാകും. അങ്ങനെ സീറോ മലബാർ സഭയിൽ ഇന്ന് ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ് ഇത് സിറിൽ വാസിൽ പിതാവ് വഴി മാർപ്പാപ്പയെ ധരിപ്പിക്കുവാൻ എറണാകുളത്തെ വിമത കോമരങ്ങളായ ചില മെത്രാന്മാരും ഈ വിമത ലോക പിശാചുക്കൾക്കും സാധിച്ചു എന്നുള്ളതാണ് സത്യം. അതിൽ അഹങ്കരിച്ച് നടക്കുന്ന ഇവർക്ക് മാർപ്പാപ്പയും വത്തിക്കാനും കൂടെ നൽകിയ 8ന്റെ പണിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസമായി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. 25-ാം തീയതിക്ക് മുൻപ് കൃത്യമായി മറുപടി വേണമെന്ന് തങ്ങളുടെ 3 കത്തിലെ ഒരു കത്തിൽ മേജർ ആർച്ച് ബിഷപ്പിനെ കൃത്യമായി സന്ദേശം അറിയിച്ചുകൊണ്ട് വത്തിക്കാൻ എഴുതി അറിയിക്കുകയും അതോടൊപ്പം ഒരു കത്ത് എറണാകുളത്തെ വിമത ലോക തൊഴിലാളികൾക്ക് അന്ത്യശാസനമായി നൽകുകയും ചെയ്തപ്പോൾ വത്തിക്കാൻ ഒരിക്കൽ ഈ ട്രാപ്പിൽ സ്വയം ചെന്ന് ചാടുന്ന എറണാകുളത്തെ ലോക തൊഴിലാളികളെയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, മാർപ്പാപ്പ നേരിട്ട് വന്ന് എറണാകുളത്തെ ലോക തൊഴിലാളികളോടും എറണാകുളത്തെ വിശ്വാസികളോടും അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ 1.5 വർഷമായി സോഷ്യൽ മീഡിയയിലുണ്ട്, വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലുണ്ട്. അതിന്റെ മലയാള പരിഭാഷ വരെ ഇന്ന് കൃത്യമായിട്ട് വിശ്വാസികൾക്കറിയാം. അതിൽ മാർപ്പാപ്പ കൃത്യമായി വിശ്വാസികളോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങൾ ഇവരെ അനുകരിക്കരുത്, നിങ്ങൾ സഭയെ അനുസരിക്കുവിൻ, സഭയോടൊപ്പം നിൽക്കുവിൻ. ഇവർ അനുകരിക്കുവാൻ സാധിക്കാത്ത വിധം
പാപക്കുഴിയിൽ വീണുപോയ സാത്താൻ സന്തതികളാണ് എന്ന് പറയാതെ പറയുകയാണ് മാർപ്പാപ്പ അവിടെ ചെയ്തത്. ഇവരെ അനുകരിക്കുവാൻ സാധിക്കുന്നവരല്ല, ഇവർ കർത്താവിനെ അനുകരിക്കുന്നവരല്ല, ഇവർ സഭയെ അനുസരിക്കുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾ ഇവരെ അനുകരിക്കരുത്. കാരണം ഇവർ ഇന്നല്ലെങ്കിൽ നാളെ സഭയുടെ പുറത്തേക്ക് പോകേണ്ടവരാണ്. വിശ്വാസികൾ ഇവരെ അനുകരിക്കരുത് എന്നുള്ള സന്ദേശം കൃത്യമായി മാർപ്പാപ്പ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് നൽകിക്കഴിഞ്ഞതാണ്. എന്നാൽ മാർപ്പാപ്പ നേരിട്ട് വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, ജനങ്ങളെ കുഴിയിൽ ചാടിക്കുവാൻ, സഭയെ ഒറ്റുകൊടുക്കുവാൻ യൂദാസിന്റെ ജന്മമെടുത്ത പറയുന്ന ഒരു നാണവും ഒരു ലജ്ജയുമില്ലാതെ ഇപ്പോഴും സഭാവിരുദ്ധ പ്രവണതകൾ പ്രകടിപ്പിച്ചുകൊണ്ട് സഭ ചെയ്യരുതെന്ന് പറഞ്ഞ സ്ത്രീകളുടെ കാലുകൾ കഴുകിമുത്തുകയും സഭയ്ക്കെതിരെ കൊടിപിടിക്കുകയും മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും തുള്ളിച്ചാടി ആർപ്പ് വിളിച്ച് സഭയ്ക്കെതിരെ ഘോരഘോരം കുറുക്കന്മാരുടെ രീതിയിൽ ഓലിയിടുകയും ചെയ്യുന്ന എറണാകുളത്തെ ലോഹത്തൊഴിലാളികളെ സഭയിൽ നിന്ന് പുറത്താക്കുവാൻ വത്തിക്കാൻ കണ്ടുപിടിച്ച മാർഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാടകങ്ങൾ മൊത്തം. ഇതൊക്കെ നടന്നിട്ടും ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ഇപ്പോഴും വിമത ലോഹ പിശാചുക്കൾ എറണാകുളത്തെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ എന്തൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്, എന്തൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന കുറിപ്പുകൾ. ഈ കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവർ തന്നെ പ്രചരിപ്പിക്കുന്നതാണ്. ഇവർ ഇതിൽ പറയുന്നത് സീറോ മലബാർ സഭ എന്ന് പറയുന്നത് ഞങ്ങളാണ്, മാർപ്പാപ്പയെ അംഗീകരിച്ചിരിക്കുന്നത് ഞങ്ങളാണ്, ഇപ്പോഴുള്ള സിനഡോ മെത്രാന്മാരോ, മെത്രാന്മാർ എന്ന് പറയുമ്പോൾ ഇവരെ പിന്നാമ്പുറത്തുകൂടി സപ്പോർട്ട് ചെയ്യുന്ന ആ 8 or 10 പേരുള്ള മെത്രാന്മാരെ അല്ല ഉദ്ദേശിക്കുന്നത്, മറ്റുള്ള സിനഡിനോടൊപ്പം സഭയോടൊപ്പം നിൽക്കുന്ന മെത്രാന്മാരെയാണ്. അവരൊന്നുമല്ല സഭ. ഇവരൊക്കെ വത്തിക്കാൻ പോലും അംഗീകരിച്ചിട്ടില്ലാത്ത ഉദയംപേരൂർ സൂനകദോസിന്റെ സൃഷ്ടികളാണ്. ഇവർ കത്തോലിക്ക സഭയുടെ ശരിക്കുള്ള അംഗങ്ങളല്ല, ഇവർ കൽദായരാണ്. ഞങ്ങളാണ് ശരിക്കുള്ള സഭ, ഞങ്ങളാണ് മാർപ്പാപ്പയെ അംഗീകരിക്കുന്നത് എന്നുള്ള തൊട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് സാത്താൻ രൂപികളായ നുണകളുടെ രാജാക്കന്മാരായി ഇവർ ഇപ്പോഴും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തെ വിശ്വാസികൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വെള്ളലോഹിയിട്ട കുഴിമാടങ്ങളെ ഇപ്പോഴും കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് സത്യത്തെ കാണുവാൻ അവിടെയുള്ള ചില വിശ്വാസികൾക്കെങ്കിലും സാധിക്കാതെ പോകുന്നത്. മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് ഓരോ ദിവസവും മാധ്യമ സൃഷ്ടികൾ നടത്തുന്ന എറണാകുളത്തെ വിമത ലോഹ തൊഴിലാളികൾക്ക് ഏതായാലും വത്തിക്കാനിൽ നിന്ന് അടി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. ഇങ്ങനെയൊക്കെ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയും സഭയെ അവിശ്വാസത്തിലെടുക്കുകയും ചെയ്യുന്ന എറണാകുളത്തെ ലോഹ തൊഴിലാളികൾക്കും അവരെ അനുകരിക്കുന്ന, അവരെ പിന്തുടരുന്ന ചുരുക്കം ചില ബുദ്ധിഭ്രമം സംഭവിച്ച അൽമായ വിശ്വാസികൾക്കും വത്തിക്കാൻ കൊടുത്ത 8ന്റെ പണി അല്ലെങ്കിൽ വത്തിക്കാൻ തയ്യാറാക്കിയ ട്രാപ്പായിരുന്നു ഏപ്രിൽ 19 വെള്ളിയാഴ്ച നിവേദിതയിൽ നടന്ന ഇവരുടെ പ്രസ്ബത്തേറിയം എന്ന നാടകശാലയുടെ അവസാനത്തെ നാടകം. അവർ അതിൽ എഴുതി തയ്യാറാക്കിയ കത്തിൽ പറയുന്നത് ഇത് മാർപ്പാപ്പയുടെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും സീറോ മലബാർ സഭയുടെ സഭാ നേതൃത്വത്തിന്റെയും സിറിൽ വാസലിന്റെയും ഒക്കെ അനുവാദത്തോടുകൂടി അംഗീകാരത്തോടുകൂടി നടത്തിയ പ്രസ്ബത്തേറിയം എന്നാണ്. എന്നാൽ ഇങ്ങനെ നടത്തിയ ഒരു നാടകത്തിന് കത്തോലിക്ക സഭയുടെയോ സീറോ മലബാർ സഭയുടെയോ അംഗീകാരമില്ല എന്നുള്ളതാണ് സത്യം. അതങ്ങനെ ഉണ്ട് എന്ന് തെളിയിക്കുവാൻ എറണാകുളത്തെ ലോഹ തൊഴിലാളി യൂണിയനെ വെല്ലുവിളിക്കുവാൻ വിശ്വാസികൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. ഇത് വത്തിക്കാന്റെയും മാർപ്പാപ്പയുടെയും കത്തോലിക്ക സഭയുടെയും സീറോ മലബാർ സഭയുടെയും അനുവാദത്തോടുകൂടി അംഗീകാരത്തോടുകൂടി നടത്തിയ പ്രസ്ബത്തേറിയമാണ് എന്നുള്ളത്. എന്നാൽ ഇത് സഭയ്ക്കിട്ട് ഭാരപണിതുകൊണ്ടിരിക്കുന്ന, സഭയെ നശിപ്പിക്കുവാൻ മനസ്സിൽ കച്ചകെട്ടി പുറമെ കുഞ്ഞാടിന്റെ രൂപവും അകത്ത് കുറുക്കന്റെ രൂപവുമുള്ള ചില മെത്രാന്മാരും 2 വള്ളത്തിൽ കാലു ചവിട്ടുന്ന ബോസ്കോ പുത്തൂരും അറിഞ്ഞോ അറിയാതെയോ നടത്തിയ ഒരു നാടകത്തിന്റെ പര്യവസാനമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നിവേദിതയിൽ നടന്ന പ്രസ്ബത്തേറിയം എന്ന നാടകമെന്ന് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം, വിശ്വാസികൾ മനസ്സിലാക്കണം. ഇവിടെ
കത്തോലിക്ക സഭ, വത്തിക്കാൻ അല്ലെങ്കിൽ മാർപ്പാപ്പ നടത്തിയ ഒരു പ്രത്യേക നീക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതറിഞ്ഞിട്ടും അവർ അറിയാത്ത ഭാവത്തിൽ കണ്ണടച്ചിരുന്നു, അനുവാദം കൊടുത്തുമില്ല. എന്നാൽ ഇങ്ങനൊരു സംഭവം നടക്കണ്ട എന്ന് പറഞ്ഞുമില്ല. അതായിരുന്നു വത്തിക്കാന്റെ ട്രാപ്പ്, അതായിരുന്നു വത്തിക്കാന്റെ എട്ടിന്റെ പണി. കാരണം വത്തിക്കാൻ ആഗ്രഹിച്ച കാര്യം അവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ വത്തിക്കാൻ ഉദ്ദേശിച്ച കാര്യം അവിടെ കൃത്യതയോടുകൂടി നടന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന കൃത്യമായിട്ടുള്ള വിവരം. ഇവിടെ മിസ്റ്റർ രാജൻ പുന്നക്കൽ എഴുതി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ കത്തിൽ അവിടെ കൂടിയിരുന്ന ലോക തൊഴിലാളി യൂണിയനിലെ അംഗങ്ങൾ ഒപ്പിട്ട് അത് വത്തിക്കാൻ സമർപ്പിക്കുവാൻ മാർ പുത്തൂരിനെ ഏൽപ്പിച്ചു എന്നുള്ള കാര്യം ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞു കഴിഞ്ഞതാണ്. ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുവാൻ മാർ ബോസ്കോ പുത്തൂരിനെ നിർബന്ധിക്കുമ്പോൾ അവിടെ കൂടിയ ഈ 14 ഫൊറോണ വികാരിമാർ മാർ ബോസ്കോ പുത്തൂരിനെ പറഞ്ഞു ധരിപ്പിച്ചത് 450ഓളം വൈദികർ പങ്കെടുക്കുന്ന പൂർണ്ണ പ്രസ്ബിറ്റേറിയം ആയിരിക്കുമെന്നാണ്. എന്നാൽ അവിടെ പങ്കെടുത്തത് വെറും 240 ലോഹത്തൊഴിലാളികൾ മാത്രമാണ് എന്നുള്ളതാണ് സത്യം. അതിലും 70% പെൻഷൻ പറ്റി വൃദ്ധസദനത്തിൽ കഴിയുന്ന പല്ലും നഖവും കൊഴിഞ്ഞ യൂണിയൻ നേതാക്കളും അതോടൊപ്പം ബുദ്ധി ഉറയ്ക്കാത്ത ചില പയ്യൻസുമാണ്. സ്ത്രീകളുടെ കാലുകൾ കരുതി മുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് കത്തോലിക്ക സഭ എന്ന് ചിന്തിക്കുന്ന, സീറോ മലബാർ സഭയുടെ ആശയങ്ങൾക്കെതിരെ നിൽക്കുന്ന, യൂണിയൻ പ്രവർത്തനങ്ങൾ നടക്കുന്ന ലോഹയിട്ട ഈ തൊഴിലാളികളും അതിനോടൊപ്പം അവിടെ കൂകിയും കാറിയും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ നടക്കുന്ന തരംതാണ മാനസികതയുള്ള ഇട്ടിരിക്കുന്ന ലോഹയോട് അല്പം പോലും കൂറ് കാണിക്കാത്ത യൂണിയൻ തൊഴിലാളികൾ അല്ലെങ്കിൽ ബുദ്ധിഭ്രമം സംഭവിച്ച ബുദ്ധി ഉറയ്ക്കാത്ത പയ്യൻ, അവർക്ക് ഇട്ടിരിക്കുന്ന ലോഹയുടെ വില എന്താണെന്നോ വികാരി എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നോ അതിന്റെ സ്ഥാനത്തിന്റെ വലിപ്പം എന്താണെന്നോ എന്താണ് വികാരിയുടെ സ്ഥാനമെന്നോ ഇപ്പോഴും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. മെത്രാന്റെ വെറും കാര്യസ്ഥൻ മാത്രമാണ് വികാരി എന്നുള്ള സത്യം. ഈ പയ്യൻസിനെ ആര് പറഞ്ഞു മനസ്സിലാക്കും? മെത്രാൻ നിയമിക്കുന്ന, മെത്രാന് വേണ്ടി ജോലിയെടുക്കുന്ന, മെത്രാന്റെ സ്ഥാനീയരായിട്ട് വിശ്വാസികളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ മെത്രാൻ നിയോഗിക്കുന്ന വെറും കാര്യസ്ഥൻ മാത്രമാണ് പയ്യൻസെ വികാരിമാർ. അല്ലാതെ നിങ്ങൾ നാട്ടുരാജ്യത്തിന്റെ രാജാക്കന്മാരല്ല. നിങ്ങളുടെ സ്ഥാനം വെറും കാര്യസ്ഥ പണിയാണ് എന്ന് എന്നെങ്കിലും എപ്പോഴെങ്കിലും ഈ മെത്രാന്മാർ തന്നെ ഈ ലോഹക്കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ എറണാകുളത്തുള്ളൂ. ബുദ്ധി ഉറയ്ക്കാത്ത ഇത്തരം കുറച്ച് ആളുകളും പിന്നെ രാജൻ പുന്നക്കൽ, മുണ്ടാടൻ, പാറേക്കാട്ടിൽ തുടങ്ങിയ സാത്താൻ ബാധിതരായ ലോഹത്തൊഴിലാളികളും കൂടി 240 പേര് പങ്കെടുത്ത ഈ പ്രസ്ബിറ്റേറിയം എന്ന നാടകം വത്തിക്കാൻ കണ്ണടച്ച് നടത്തിയതാണ്. അവർ അനുവാദം കൊടുക്കാതെ, എന്നാൽ അവരുടെ മൂക്കിന് താഴെ മാർ പുത്തൂരിൽ നടത്തുമ്പോൾ നടക്കട്ടെ, ഇവർക്കിട്ട് കിട്ടുന്ന പണിയായി വത്തിക്കാൻ കണ്ടു എന്നുള്ളത് ഈ പൊട്ടന്മാർക്ക് ഇപ്പോഴും മനസ്സിലായി കാണില്ല. അവരിപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് വേരിയന്റ് കിട്ടും, ഞങ്ങൾ പുതിയ സഭയായി മാറും, ഞങ്ങൾ സീറോ മലബാർ സഭയ്ക്കിട്ട് ഒരു പണി കൊടുക്കും, ഞങ്ങൾ സിനഡിലിട്ട് ഒരു പണി കൊടുക്കും എന്നൊക്കെ ഇപ്പോഴും മറ്റ് ചില ബുദ്ധിഭ്രമം സംഭവിച്ച അൽമായരെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച് സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മീഡിയകളിലും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുമ്പോൾ അവർ ജയിച്ചു അല്ലെങ്കിൽ അവർ കർത്താവിനെ തോൽപ്പിച്ചു, സഭയെ തോൽപ്പിച്ചു എന്നുള്ള ധാരണയാണ് ഈ വിമത കുഞ്ഞുങ്ങൾക്കുള്ളത്. ഇനിയിപ്പോൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് വത്തിക്കാനിലേക്ക് പോകാം. കാരണം നമുക്കറിയാം 3 മാസം മുമ്പ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ സീറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്ന പരിശുദ്ധ ബലിയർപ്പണത്തിന് തീർപ്പ് കൽപ്പിക്കുവാനാണ്. മുൻപിരുന്ന അധ്യക്ഷനെ പുറത്ത് ചവിട്ടി പുറത്താക്കുമ്പോൾ അതിന് പകരം വരുന്നയാള് കൃത്യതയോടുകൂടി സഭയിലെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് വത്തിക്കാൻ ധരിച്ചു. അങ്ങനെ സ്ഥാനമേറ്റ മാർ റാഫേൽ തട്ടിൽ ആദ്യം തന്നെ വത്തിക്കാനോട് പറഞ്ഞത് എനിക്ക് 3 മാസത്തെ സമയം വേണം, 3 മാസം കൊണ്ട് ഞാൻ ഇവരെ പറഞ്ഞു മനസ്സിലാക്കി എറണാകുളം വിമതരെ മാനസാന്തരപ്പെടുത്താം, അതിനെനിക്ക് 3 മാസം വേണം. അതുകൊണ്ട് ഞാൻ എന്റെ സഭാതലവന്റെ അംഗീകാരത്തിന് വേണ്ടി ഇതാ വത്തിക്കാനിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ തന്നെ വത്തിക്കാൻ പറഞ്ഞു, മിസ്റ്റർ തട്ടിൽ താങ്കൾ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട, താങ്കൾ അവിടെ നിൽക്കൂ, ആദ്യം സഭയിലെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന്. അതുകൊണ്ടാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇപ്പോൾ ഉലകം ചുറ്റും വാൽവനായിട്ട് ഇന്ത്യയിൽ മുഴുവൻ കറങ്ങി നടന്ന്
സ്വീകരണ കമ്മിറ്റികൾ പറഞ്ഞൊരുക്കിപ്പിച്ച് സ്വീകരണം വാങ്ങി നടക്കുന്നത് നമ്മൾ ഇതുവരെയും കാണാത്ത ഒരു മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ ഒരു സഭാതലവനാണ്. ഇതുവരെ ഒരു സഭാതലവന്മാരും കാണിക്കാത്ത പരിപാടികളാണ് ഇപ്പോൾ മാർ റാഫേ തട്ടിൽ പിതാവ് കാണിക്കുന്നത്. എവിടൊക്കെ സ്വീകരണം കിട്ടിയാലും ആരൊക്കെ വിളിച്ചാലും റിബൺ കട്ട് ചെയ്യുവാൻ വേണ്ടി ഓടിപ്പോകുന്ന സെലിബ്രിറ്റികളെ പോലെ മാർ റാഫേ തട്ടിൽ ഇന്ത്യ മുഴുവൻ കറങ്ങി നടക്കുകയാണ്. കറങ്ങി നടക്കുന്ന മെത്രാനെന്ന് അങ്ങനെ ഒരു പേര് പോലും അദ്ദേഹത്തിന് ഇപ്പോൾ വിശ്വാസികൾ ചാർത്തി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വത്തിക്കാനിലേക്ക് പോകാം. കാരണം വത്തിക്കാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞു. ഇനിയും വരുന്നത് ആക്ഷനാണ്. എറണാകുളത്തെ വിമതർക്കെതിരെയുള്ള ഇത്രയും കാലം വിശ്വാസികൾ ആഗ്രഹിച്ചിരുന്ന, വിശ്വാസികൾ സ്വപ്നം കണ്ടിരുന്ന ആക്ഷൻ ഇതാ വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കൃത്യമായി കിട്ടുന്ന വിവരങ്ങൾ. ഇനിയും ഇവർ വത്തിക്കാനിൽ പോയിട്ട് പട്ടിചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു വരികയാണെങ്കിൽ അപ്പോൾ നോക്കാമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഇവിടെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വത്തിക്കാനിലെ പ്രത്യേക ദൂതൻ വഴി കൊടുത്തുവിട്ട 3 കത്തുകൾ അത് കിട്ടിയാലുടനെ മേജർ ആർച്ച് ബിഷപ്പും മാർ ബോസ്കോ പുത്തൂരും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വത്തിക്കാൻ കൃത്യമായ ധാരണയുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2.5-3 വർഷമായി വത്തിക്കാൻ സീറോ മലബാർ സഭയെ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇപ്പോൾ ചെയ്യുന്ന സഭാവിരുദ്ധത മുഴുവൻ അവർക്ക് കാണാപ്പാടമായി. അപ്പോൾ അവർക്കറിയാമായിരുന്നു ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതിനാണ് കൃത്യമായിട്ട് 3 കത്തുകൾ കൊടുത്തുവിട്ടത്. ഒന്ന് മേജർ ആർച്ച് ബിഷപ്പിന് രഹസ്യമായിട്ടും, മറ്റുള്ള ഒന്ന് ബോസ്കോ പുത്തൂരിനും മേജർ ആർച്ച് ബിഷപ്പിനും കൂടി. 3ാമത്തെ കത്ത് എറണാകുളത്തെ വിമത ലോക തൊഴിലാളികൾക്കും അവിടെ സഭയ്ക്കെതിരെ നിൽക്കുന്ന വിശ്വാസികൾക്കും വേണ്ടിയുള്ളത്. ഈ 3 കത്തും കൊടുത്തുവിട്ടപ്പോൾ കൃത്യമായിട്ട് ഇവരെന്താ ചെയ്യുന്നത്, അല്ല ഇവരെന്ത് ചെയ്യും എന്നവർക്ക് ധാരണയുണ്ടായിരുന്നു. വത്തിക്കാൻ ചിന്തിച്ചത് തന്നെ നടന്നു. കത്ത് കിട്ടിയ ഉടനെ മേജർ ആർച്ച് ബിഷപ്പ് തന്റെ സ്വന്തം കത്ത് വായിച്ച് മടക്കി സീൽ ചെയ്ത് മാറ്റിവെച്ചു. കാരണം പുറത്ത് കാണിക്കാൻ ഒക്കത്തില്ല. 2ാമത്തെ കത്ത് മാർ ബോസ്കോ പുത്തൂരെ വിളിച്ച് വായിച്ചു കേൾപ്പിച്ചു. മിസ്റ്റർ പുത്തൂർ വായിക്കൂ, വായിച്ചിട്ട് ആക്ഷൻ എടുക്കൂ, വത്തിക്കാൻ ആവശ്യപ്പെടുന്നു. പുത്തൂർ ഒന്ന് വായിച്ചു, ഒരല്പം ഒന്ന് ഞെട്ടി, ഒന്ന് വിറച്ചു കാണും. കാരണം ഇതിലെ ഒന്നും ഉള്ളടക്കം നമ്മൾ ആരും അറിയാൻ പോകുന്നില്ല. 3ാമത്തെ കത്തും ബോസ്കോ പുത്തൂരും മാർ റാഫേ തട്ടിലും കൂടി വായിച്ചു. ഇത് എറണാകുളത്തെ വിമത തൊഴിലാളികൾക്കുള്ളതാണ്. ഇതുവരെ വായിച്ചു കേൾപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ 16 ഫൊറോണയിലെ വികാരിമാരെ വിളിച്ചു ചേർത്തത്. എന്നാൽ അവർ അവിടെ തകിടം മറിഞ്ഞു. ആദ്യം കത്ത് വായിച്ചപ്പോൾ ഇനിയും വരാൻ പോകുന്നത് എന്താണെന്ന് ഈ 14 പേർക്കും, കാരണം 2 പേര് പങ്കെടുത്തില്ല, 14 പേർക്കും കൃത്യമായി ധാരണയായി. ഈ കത്ത് തങ്ങൾ സ്വീകരിക്കുകയോ അത് തങ്ങളുടെ കീഴിലുള്ള വികാരിമാരെ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഉടനടി തീരുമെന്ന് മനസ്സിലാക്കിയ ഈ 14 പേര് പറഞ്ഞു, പിതാവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂണിയൻ സമ്മേളനം വിളിക്കണം, അവിടെ ഈ കത്ത് നമ്മൾക്ക് വായിക്കാം, എന്നിട്ട് അവർക്ക് നേരിട്ട് കൊടുക്കാം. കുരുട്ടുബുദ്ധി കാശാന്മാരായ 14 പേരുടെ കുരുട്ടുബുദ്ധിയിൽ ഈ പറയുന്ന മാർ ബോസ്കോ പുത്തൂരും മാർ റാഫേ തട്ടിലും വീണതാണോ അതോ വത്തിക്കാൻ ഇവരെ വീഴ്ചതാണോ എന്നുള്ള സത്യം ഇപ്പോൾ നമ്മൾക്കറിയില്ല. ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമില്ലെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുവാൻ എറണാകുളത്തെ വിമത ലോക തൊഴിലാളികളെ വിശ്വാസികൾ വെല്ലുവിളിക്കുക. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ 3 കത്തുകൾ പുറത്തുവിടുവാൻ സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെടുക. അങ്ങനെ ജനങ്ങൾ സത്യം അറിയട്ടെ. അല്ലാതെ കത്തുകൾ പൂഴ്ത്തിവെക്കുകയല്ല ചെയ്യേണ്ടത്. ഇതുപോലെ പല കത്തുകളും സീറോ മലബാർ സഭയുടെ നേതൃത്വം പൂഴ്ത്തിവെച്ചിട്ടുണ്ട്. 2-2.5 വർഷം മുൻപ് മേജർ ആർച്ച് ബിഷപ്പിന് കിട്ടിയ ഒരു കത്ത് ഇപ്പോഴും പൂഴ്ത്തിവെച്ചിരിക്കുക. 3 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കത്ത്. അങ്ങനെ പല കത്തുകളും പൂഴ്ത്തിവെച്ച കൂട്ടത്തിൽ ഈ 3 കത്തും പൂഴ്ത്തിവെക്കപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്ക് അതറിയുവാൻ, വിശ്വാസികൾക്ക് അതറിയുവാൻ അവകാശമുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ അതിനോട് എതിർപ്പോ ഉണ്ടെങ്കിൽ വിമത ലോകത്തൊഴിലാളികളുടെ കർത്തവ്യമാണ്, കടമയാണ് അവർ ഈ കത്തുകൾ പുറത്തുവിടുവാൻ. 3 കത്തും പുറത്തുവിടണം. ഒന്നായിട്ട് പുറത്തുവിട്ടിട്ട് കാര്യമില്ല. 3 കത്തും പബ്ലിക് ചെയ്യുവാൻ നിങ്ങളെ വിശ്വാസികൾ വെല്ലുവിളിക്കുന്നു. അങ്ങനെ മലയാളത്തിലെ പഴമൊഴി പോലെ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാൽ എന്ന രീതിയിൽ വത്തിക്കാൻ ആഗ്രഹിച്ച കാര്യം ഇവർ സ്വയം നടത്തി കൊടുക്കുകയായിരുന്നു. ഇവർ പ്രസ്പത്തോറിയം വിളിച്ചു. അങ്ങനെ പ്രസ്പത്തോറിയം ഇവർ വിളിക്കുമെന്നും ആ പ്രസ്പത്തോറിയത്തിൽ മാർപ്പാപ്പയെയും വത്തിക്കാനെയും സഭാ നേതൃത്വത്തെയും കൂക്കി വിളിക്കുമെന്നും ചീത്ത വിളിക്കുമെന്നും പുലഭ്യം പറയുമെന്നും കൃത്യമായി വത്തിക്കാൻ അറിയാമായിരുന്നു. അതിന്റെ വീഡിയോ റെക്കോർഡിംഗ് എടുക്കണമെന്ന് ഇവർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. എങ്കിലും അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുകയാണ്. എന്നാൽ കൃത്യമായ ഒരു കാര്യം നടന്നു. അവിടെ രാജൻ പുന്നക്കലിന്റെ നേതൃത്വത്തിൽ ഒരു കത്ത് തയ്യാറാക്കി അവതരിപ്പിച്ചതിന് ശേഷം
അത് മാർപ്പാപ്പയ്ക്ക് അയച്ചു കൊടുക്കുവാൻ, വത്തിക്കാൻ അയച്ചു കൊടുക്കുവാൻ മാർ റാഫേൽ തട്ടിലിനെ ഏൽപ്പിച്ചു. അങ്ങനെ റിട്ടേൺ ഡോക്യുമെന്റ് വത്തിക്കാന്റെ കയ്യിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ അനുസരിക്കുകയില്ല, സഭയെ ഞങ്ങൾ അനുസരിക്കുകയില്ല, ഞങ്ങൾ ഞങ്ങളുടെ തോന്നിവാസം പോലെ നടക്കും, ഞങ്ങൾക്ക് പ്രത്യേക സഭ വേണം, ഞങ്ങൾക്ക് വേരിയന്റ് വേണം, ഞങ്ങളെ സീറോ മലബാർ സഭയുടെ സിനഡിന്റെ കീഴിൽ നിന്ന് മാറ്റി ഞങ്ങൾക്ക് പ്രത്യേകം ഒരു മെത്രാപ്പോലിത്തൻ സഭയായി അംഗീകരിക്കണമെന്നും, സഭയുടെ വിശുദ്ധ ബലിയർപ്പണമല്ല ഞങ്ങൾക്ക് പ്രശ്നം, റെസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ധനമാണ്, പണമാണ് ഞങ്ങൾക്ക് പ്രശ്നം, സാത്താനെയാണ് ഞങ്ങൾ പിന്തുടരുന്നത്, ദൈവത്തെയല്ല, പണത്തിന്റെ പുറകിലാണ് ഞങ്ങളെന്ന് കൃത്യതയോടുകൂടി അവർ എഴുതി തയ്യാറാക്കിയ ഡോക്യുമെന്റ് ഇപ്പോൾ വത്തിക്കാന്റെ കയ്യിലുണ്ട്. ഇനിയും ആ ഡോക്യുമെന്റ് വെച്ചിട്ടായിരിക്കാം ഇവർക്കെതിരെയുള്ള നടപടികൾ പൂർണ്ണമാക്കപ്പെടുന്നത്. അതിനായിരിക്കാം മേജർ ആർച്ച് ബിഷപ്പിനെ വത്തിക്കാനിലേക്ക് വിളിച്ചിരിക്കുന്നത്. കൂടെ പെർമനന്റ് സിനഡും കാണും. ഈ 5 പേർ വത്തിക്കാനിൽ എത്തുമ്പോൾ അതോടൊപ്പം തന്നെ അവിടെ തിരുമറികൾ നടത്താമെന്ന് സിനഡിലെ ചില കുരുട്ടുബുദ്ധി പിടിച്ച വിമതമെത്രാന്മാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലുള്ള ചില മുൻ സ്ഥാനീയർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ മാർപ്പാപ്പാമാരുടെ കൂട്ടത്തിൽ കാപ്പി കുടിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വത്തിക്കാനിൽ എവിടെയും കയറി ചെല്ലുവാൻ അനുവാദമുണ്ട്, മാർപ്പാപ്പാമാരുടെ കിടപ്പറയിൽ വരെ ഞങ്ങൾ ധൈര്യമായിട്ട് കയറിപ്പോവും, അത്രയ സ്ഥാനമുള്ളവരാണ് ഞങ്ങളെന്നൊക്കെ വീമ്പിളക്കുന്ന ചില ശുംഭന്മാരും വത്തിക്കാനിലേക്ക് പോകുവാൻ ധൃതി കൂട്ടുകയാണ്. അതിനുള്ള ചരടുവലികൾ നടത്തുകയാണ്. ഞങ്ങൾ അങ്ങനെ പോകും, നിങ്ങൾക്ക് വേരിയന്റ് മേടിച്ചു കൊണ്ട് തരുമെന്ന് ഇപ്പോഴും ഈ അല്പവിശ്വാസികളായ മന്ദബുദ്ധികളായ എറണാകുളം വിമത ലോഹത്തൊഴിലാളികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ ഇങ്ങനെയുള്ളവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ പെർമനന്റ് സിനഡും മേജർ ആർച്ച് ബിഷപ്പും മാത്രമേ സഭയുടെ ഔദ്യോഗിക തലത്തിൽ പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഇവർ എഴുതി തയ്യാറാക്കിയ ഡിമാൻഡുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇതിനോടകം വായിച്ചു കഴിഞ്ഞതാണ്. മിസ്റ്റർ വൈലിക്കോടന്റെ പ്രത്യേക കത്തുകൾ പോലും പലരും വായിച്ചു കഴിഞ്ഞു. ഇതാണ് ഇവരുടെ മനോഭാവം. സഭയെ എതിർത്തുകൊണ്ട്, മാർപ്പാപ്പയെ പുലഭ്യം പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ മാർപ്പാപ്പ പറയുന്നത് അനുസരിക്കത്തില്ല എന്ന് ഒരു വായിൽ പറയുകയും, എന്നാൽ മാർപ്പാപ്പയുടെ കീഴിൽ ഞങ്ങളെ പ്രത്യേക സഭയാക്കണമെന്ന് മറുവായിൽ പറയുകയും ചെയ്യുന്ന ഇവർക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചോ എന്ന് ചിന്തിക്കണം. അതിന്റെ കൂട്ടത്തിൽ അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വിശ്വാസികൾ ഇവർക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളിൽ, കോടതി വ്യവഹാരങ്ങളിൽ ഞങ്ങൾക്ക് ചെലവാകുന്ന തുകകൾ അതിരൂപതയിലേക്ക് കൊടുക്കുന്ന ഫണ്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ചതിന് ശേഷം മാത്രമേ തരികയുള്ളൂ എന്ന്. അപ്പോൾ ഒരു സംശയം, ഈ അതിരൂപതയിലേക്ക് കൊടുക്കുന്ന ഫണ്ടൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബ സ്വത്തായിട്ട് കൊണ്ടുവരുന്നതാണോ വിമത ലോഹ പിശാചുക്കളെ എന്ന് ചോദിക്കേണ്ടി വരും. ഇത് വിശ്വാസികളുടെ വേർപ്പിന്റെ കാശ, അവർ നേർച്ചപ്പണമായി കൊടുക്കുന്ന കാശ. ആ കാശെടുത്ത് തന്നെ വിശ്വാസികൾക്കെതിരെ കോടതി വ്യവഹാരം നടത്തുവാൻ നിങ്ങളെ ആരാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? നാണമില്ലാത്ത വിമത ലോക തൊഴിലാളികളെ എന്ന് വിശ്വാസികൾ ഒന്നടങ്കം ചോദിക്കുകയാ. ഇവരുടെ കത്തിൽ ഇവർ വെക്കുന്ന മറ്റുള്ള ഡിമാൻഡുകൾ കൂടി നിങ്ങൾ വായിച്ചു കഴിഞ്ഞതാണ്. എറണാകുളത്തിൽ ആസ്ഥാന മെത്രാപ്പോലിത്തൻ പദവി എടുത്തു മാറ്റുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. എറണാകുളത്ത് നിന്ന് രൂപത ആസ്ഥാനം മാറ്റുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. എറണാകുളത്തെ ബസിലിക്കയുടെ പദവി എടുത്തു മാറ്റുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അങ്ങനെ പല കാര്യങ്ങളിലും ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാണ് കൂവേ എന്ന് ഒരു ചലച്ചിത്രത്തിൽ ചോദിച്ചതുപോലെ ഇവരോട് ചോദിക്കേണ്ടി വരും. നിങ്ങൾ ആരാണ് സമ്മതിക്കുവാൻ? പൂച്ചയ്ക്കെന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? നിങ്ങൾ വെറും വികാരിമാർ മാത്രമാണ്, മെത്രാന്റെ കാര്യസ്ഥന്മാർ മാത്രമാണ്. നിങ്ങൾക്ക് അത് പറയാനുള്ള അവകാശമോ അധികാരമോ ഇല്ല. വിമത ലോഹ തൊഴിലാളികളെ, നിങ്ങൾ യൂണിയൻ ഉണ്ടാക്കിക്കോളൂ. നിങ്ങൾ വെറും കാര്യസ്ഥ യൂണിയൻ പ്രവർത്തകർ മാത്രമാണ്. നിങ്ങൾക്ക് സഭയുടെ അധികാരങ്ങളിൽ കൈകടത്തുവാൻ അവകാശമില്ല. നിങ്ങൾ നിങ്ങളുടെ നിലയും വിലയും അറിഞ്ഞ് കളിച്ചാൽ മതി വിമതരെ എന്നുകൂടി ഇവരെ ഓർമ്മിപ്പിക്കേണ്ടി വരും. ഇവിടെയാണ് കൃത്യമായിട്ട് വത്തിക്കാൻ കൊടുത്ത 8ന്റെ പണി, വത്തിക്കാന്റെ ട്രാപ്പ് അടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ പറയുന്നുണ്ട്. എറണാകുളത്തെ വിമത ലോഹ തൊഴിലാളികളെ, നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രത്യേക ഭാഗം വായിച്ചിട്ടില്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ എടുത്തൊന്ന് വായിക്കുക. മറക്കണ്ട, അധ്യായം 21 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. ഒരാൾ കൃഷിത്തോട്ടം വാങ്ങി അവിടെ ചക്ക് സ്ഥാപിച്ച് കൃഷിക്കാരെ കൃഷി ഇറക്കുവാൻ ഏൽപ്പിച്ചു. ഫലമെടുക്കേണ്ട സമയം വന്നപ്പോൾ തന്റെ കൃഷിയുടെ ഫലമെടുക്കുവാൻ വേലക്കാരെ അയച്ചു.
എന്നാൽ കൃഷിക്കാർ ആ വേലക്കാരിൽ ചിലരെ കൊന്നുകളയുകയും ചിലരെ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. വീണ്ടും യജമാനൻ ഭൃത്യന്മാരെ അയച്ചപ്പോൾ അവരോടും അത് തന്നെ ആവർത്തിച്ചു. അവരിൽ ചിലരെ കൊന്നുകളഞ്ഞു, ചിലരെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ യജമാനൻ ചിന്തിച്ചു, ഇവർ എന്റെ ഭൃത്യന്മാരോട് ഇങ്ങനെ ചെയ്യുന്നു, എന്നാൽ എന്റെ പുത്രനെ തന്നെ അയക്കാം. അവൻ സ്വപുത്രനെ അവരുടെ അടുത്തേക്ക് അയച്ചു. അവനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ കൃഷിക്കാർ പറഞ്ഞു, ഇതാ വരുന്നു ഈ സ്ഥലത്തിന്റെ അവകാശി, നമുക്ക് ഇവനെ കൊന്നുകളയാം, കൊന്ന് ഈ സ്ഥലത്തിന്റെ അവകാശം സ്വന്തമാക്കാമെന്ന്. ഈ മൂഢന്മാർ യജമാനന്റെ മകനെ കൊന്നുകളയുകയും സ്ഥലം തങ്ങളുടെ അധീനതയിൽ പെട്ടു എന്ന് ചിന്തിക്കുകയും ചെയ്തപ്പോഴാണ് ഇതാ വരുന്നു അവസാനത്തെ പടവാൾ. യജമാനൻ ഇതറിഞ്ഞ് ആ കൃഷിക്കാരെ ഉന്മൂലനം ചെയ്ത് കൃഷിയിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് ഈശോ മിശിഹാ തന്നെ പറയുന്ന ഉപമ. ഈ ഉപമ ഏതായാലും എറണാകുളത്തെ വിമതരൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം വത്തിക്കാന്റെ അവസാനത്തെ ആശ്രയമായിരുന്നു സ്വപുത്രനെ അയക്കുന്നത് പോലെ നിങ്ങൾക്ക് നൽകിയ ഒരു പുതിയ മേജർ ആർച്ച് ബിഷപ്പ്. എന്നാൽ ഈ പുത്രസ്ഥാനത്തിരിക്കുന്ന സഭാതലവൻ തന്നെ 3 മാസം ആവശ്യപ്പെട്ടത് കൊണ്ടാ നിങ്ങൾക്ക് ഇതുവരെ സമയം കിട്ടിയത്. ആ സമയം തീർന്നിരിക്കുന്ന വിമതരെ, നിങ്ങളെ ഉന്മൂലനം ചെയ്ത് സഭയിൽ നിന്നെടുത്ത് പുറത്തേക്ക് കളയുവാൻ വത്തിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഒരു അന്തിമ ശാസനം നിങ്ങൾക്കില്ല. ഇത് നിങ്ങളുടെ അന്ത്യശാസനമാണ്. നിങ്ങൾ സഭയിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ തയ്യാറെടുത്തിരുന്നു കൊള്ളൂ. അത് 250 ആയാലും 100 ആയാലും ഇനിയുമല്ല 300 ആയാലും നിങ്ങൾ സഭയിൽ നിന്ന് പുറത്താണ്. നിങ്ങൾക്കൊരിക്കലും കത്തോലിക്ക സഭയുടെ യൂണിയനിൽ നിൽക്കുവാൻ അധികാരമോ അവകാശമോ യോഗ്യതയോ ഇല്ല. ഇത് എറണാകുളത്തെ വിശ്വാസികളാണ് മനസ്സിലാക്കേണ്ടത്. ഇവർ ഇപ്പോഴും പറയുന്നത് സീറോ മലബാർ സഭ പിളർന്നു, അല്ലെങ്കിൽ പിളർപ്പിലേക്ക് എന്നാണ്. എന്തോന്ന് സീറോ മലബാർ സഭ? കാരണം നിങ്ങൾ വെറും 35-ൽ ഒരു രൂപത മാത്രമായ വെറും ഒരു രൂപത മാത്രമാ. ഇവിടെ രൂപത രൂപത എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ധനത്തിന്റെ പുറകെ നടക്കുന്ന ലോഹയിട്ട യൂണിയൻ തൊഴിലാളികളാണ് നിങ്ങൾ. നിങ്ങളെ സഭയ്ക്ക് ആവശ്യമില്ല. ഇത് നിങ്ങൾക്കുള്ള അന്ത്യശാസനമാണ്. സഭയ്ക്ക് പുറത്തേക്ക് പോകുവാൻ തയ്യാറെടുത്തിരുന്നു കൊള്ളൂ. നിങ്ങൾ ഒരിക്കലും കത്തോലിക്ക സഭയിൽ ഉണ്ടാവുകയില്ല. ഇനിയെങ്കിലും എറണാകുളത്തെ വിശ്വാസികൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കി സഭയോടൊത്ത് ചിന്തിക്കുവാനും മാർപ്പാപ്പയോടൊത്ത് ചിന്തിക്കുവാനും സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം അംഗീകരിച്ചുകൊണ്ട് അതോടൊപ്പം നിൽക്കുവാനും തയ്യാറാകണം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച ഈ പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായും ഞങ്ങളെ എഴുതിയിരിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രോഗ്രാം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.